ഹായ് ഗൈസ്, വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ തൂലികയുടെ കുറിച്ച് മോശമായിട്ട് കമൻ്റ് ഇട്ട ഒരുത്തൻ, അതായത് കുട്ടി മരിച്ചു പോട്ടെ എന്ന് കമൻ്റ് ഇട്ട ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വേഗം കൂടി കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്ത് ഇന്ന് അവനെ കിട്ടിയിട്ട് നമ്മൾ സ്റ്റേഷനിലോട്ട് പോയിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അത്ഭുതപ്പെടുത്തി എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് ഈ കമൻ്റ് ഇട്ടേക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ. ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഒരു കട്ടക്കടകളാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, കാരണം പയ്യൻ മൈനറാണ്. പല പേരൻസും മൊബൈൽ കൊടുക്കുമ്പം എല്ലാം നോക്കണം, മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഈഗിളിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് അവൻ പറഞ്ഞതാണ് 10ാം ക്ലാസ്സിലുള്ള കൊച്ചു ചെറുക്കന്മാരാണ്, ഈ കൊച്ചു മൈലുകളാണ് കാണിക്കുന്ന വേലത്തനങ്ങൾ, മനസ്സിലായില്ലേ? ഒരു തലയ്ക്കൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അവൻ ഇട്ട കമൻറ്റ് വ്യക്തമാണ്. അതിൻ്റെ താഴെ റിപ്ലൈ ചെയ്തവരുടെ ഒരു പെൺകുട്ടി എന്തോ മെസ്സേജ്, നിനക്ക് വീട്ടിൽ അമ്മ അങ്ങനെ ആരും ഇല്ലെന്ന് ചോദിച്ചതിന് അവൻ വൃത്തികെട്ട രീതിയിൽ കമൻ്റ് ഇട്ട ഒരുത്തനാണ് അവൻ, മനസ്സിലായില്ലേ? അവന് ഒരു കുഴപ്പമില്ല. ഈ കൊച്ചു ചെറുക്കന്മാരിങ്ങനെ കാണിക്കുന്നതിലൂടെ അവൻ്റെയൊക്കെ പേരൻസ് ഉണ്ടല്ലോ, അച്ഛനും അമ്മയും വന്ന് സ്റ്റേഷനിൽ തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. അവരെ കണ്ട ഒരു പാവ ഒരു സ്ത്രീ ഒരു അച്ഛൻ, അവർ വന്ന് അവന് ഇതിനു മുമ്പും ഒരു കേസ് ഇതേ സെയിം ഏതൊരു പെൺകുട്ടിയുടെ ഇതിൽ കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇവനൊരു കേസ് അവിടെ ഉണ്ട്. അതിന് അവർ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് കൊടുത്ത് വിട്ടതാ. അത് കഴിഞ്ഞിട്ടാണ് അവൻ ഇത് വീണ്ടും. ഇപ്പം ഇവൻ്റെ അമ്മ ഞാൻ ചോദിച്ചവൻ പറഞ്ഞത് മൊബൈൽ പഠിക്കാൻ കൊടുത്തതെന്നാണ്. ഞാൻ പറഞ്ഞു മൊബൈൽ എന്ത് പഠിക്കായിരിക്കുന്നു, കോവിഡ് ശരി ഓൺലൈൻ സമയത്തുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മൊബൈലിൽ എന്ത് പഠിക്കാനാണ്? എനിക്ക് നമ്മളതും ചോദിക്കുന്നത്. അവർ വന്ന് നമ്മുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു, അങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ ചോദിക്കുന്നു. എടാ ഞാൻ ചോദിക്കുന്നത്, ഈ കാണുന്ന ഈ കൊച്ചു പിള്ളേരെടാ, നീയൊക്കെ കാണിക്കുന്ന ഓരോ വേലത്തരങ്ങൾ. നീ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ അത് പോരായ്മകൾ പറഞ്ഞ് കമൻ്റ് ഇട്ട് ഒരു കുഴപ്പമില്ല. അല്ലാതെ ഒരു കൊച്ചിനെയൊക്കെ ഇങ്ങനെ വന്ന് ചീത്ത വിളിച്ച്, അല്ലെങ്കിൽ അത് മരിച്ചു പോട്ടെ അതിന് റിപ്ലൈ തരുന്നവർക്ക് നീ അതിൻ്റെ അപ്പുറം ചീത്ത വിളിച്ച് എന്തിന്? ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്കെതിരെയുള്ള കേസ് വരുന്നതും മറ്റു കാര്യങ്ങളെല്ലാം, മനസ്സിലായില്ലേ? മൈനർ ആയതുകൊണ്ട് മാത്രം ആണ് ഞാൻ ബാക്കി ഒരു പ്രൊസീജിയറിലും പോകാത്തത്. ഒരു കാര്യവും ഈ ഐഡൻറ്റിറ്റി പോലും ഞാനിവിടെ വെളിപ്പെടുത്താത്തതിൻ്റെ കാര്യം. പക്ഷേ ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണവും മറ്റു കാര്യങ്ങളെല്ലാം, മനസ്സിലായില്ലേ? ഇത് ഇന്ന് ഒരു പ്രായമായിട്ടുള്ള ഒരുത്തനായിരുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ പബ്ലിക്കലി ഞാൻ കൊണ്ടുവന്നേനെ. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. എന്നാൽ ആ വീട്ടുകാരെ കാണുമ്പം അവരൊന്ന് പറയണം, പാവം തോന്നും. എനിക്ക് അവരെ കണ്ടപ്പോൾ എനിക്ക് വിജയുടെയൊക്കെ അമ്മേനെയൊക്കെ പോലെയാണ് എനിക്ക് അവരെ തോന്നിയത്. പാവം സ്ത്രീ, അയാൾ എന്ത് തെറ്റ് ചെയ്ത്? അവർക്ക് മൊബൈൽ നേരെ എടുക്കാനോ ഒന്നിനും അറിഞ്ഞുകൂടാത്ത ഒരാൾക്കാർ. അപ്പൊ അവർക്ക് ഈ ഇൻസ്റ്റാഗ്രാം അതൊന്നോ എന്താണെന്നോ അറിഞ്ഞുകൂടാത്ത ഒരാൾക്കാരാണ് അവര്. അപ്പൊ അവര് അന്ന് ദയനീയമായിട്ട് സ്റ്റേഷനിൽ വന്ന് ഒരാളുടെ ഫ്രണ്ടിൽ വന്ന് എൻ്റെയൊക്കെ അച്ഛൻ്റെയൊക്കെ പ്രായം ഉണ്ടായത് അയാളൊക്കെ വന്ന് നമ്മളെ ഫ്രണ്ടിലൊക്കെ ഒരുമാതിരി തല കുമ്പിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എനിക്കൊരു വിഷമമുണ്ട്. എന്തിന് ഈ മക്കളായി തലതെറിച്ച ഈ മൈരന്മാർ കാരണം അവരൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുത്തണം എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഒരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ മൂവ് നിങ്ങൾ വാച്ച് ചെയ്യുക. മൊബൈലിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനോ ഒരു തേങ്ങയ്ക്കില്ല. കൂടെ ഇരുത്തി പഠിപ്പിക്കാനുള്ള സാധനം പഠിക്കുക, അല്ലാതെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കാലഘട്ടം മാറിയെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് എന്ത് വേണം? കുറച്ച് കോമൺ സെൻസ് വേണം. എവിടെ എന്ത് എങ്ങനെ എന്നുള്ള സാധനം പറയാനുള്ള ഒരു കോമൺ സെൻസ്, അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ഇവന്റെ സ്ഥിരം പരിപാടിയാണെന്നത്. ആലോചിച്ച് നോക്കിയ ഇവന്റെയൊക്കെ പരിപാടികള്. കമന്റിലും കൂടെ ആയതുകൊണ്ട് ആരും പിടിക്കൂല എന്നാ ഒരു വിചാരമുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചുമ്മാ ഇതിന്റെ ഇറക്കരുത്. ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്, നിങ്ങളത് മനസ്സിലാക്ക്. അതാരായിരുന്നാലും ഇപ്പം നമ്മളൊരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, എന്നെ ഈ വഴിക്ക് നിങ്ങൾ ഇറക്കി വിട്ട അറ്റം കണ്ടില്ല ഞാൻ അടങ്ങുള്ളൂ. അതുകൊണ്ട് ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇനി ഏതൊരു വന്നായിരുന്നാലും എൻ്റെ അടുത്തൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിട്ടേ പോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുന്നില്ല. ഒരു കാര്യത്തിന് ഞാൻ നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നില്ല. ഇപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല.
എന്തിന് വെറുതെ മറ്റുള്ളവരുടെ സങ്കടം കണ്ട് നിങ്ങൾ സന്തോഷിക്കണം? ഒന്നും ചെയ്യാതിരി. നമ്മൾ ആരെ ദ്രോഹിക്കാൻ വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണ്ടാത്തവർ കാണണ്ട. പ്രശ്നം കഴിഞ്ഞില്ലേ? നമ്മൾ നമ്മുടെ ലൈഫിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വയ്ക്കുന്നുണ്ട്. എല്ലാ കാര്യവും ചിലപ്പോൾ നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യം ചിലപ്പോൾ മറ്റു പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ചിലപ്പോൾ അവർക്കും എൻ്റെ അതെ. കാരണം ഇപ്പം തന്നെ മേഘയുടെ പ്രഗ്നൻസിയുടെ സംഭവം ഇട്ടിരുന്നു. അത് എത്ര പേർക്ക് അതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ മേഘയ്ക്കും കുറച്ച് കാര്യങ്ങൾ അവരേതായിട്ടുള്ള അഡ്വൈസ് കൊടുത്തു. മേഘയ്ക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാവട്ടെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പം പണ്ടുള്ള പല കാര്യങ്ങളും അത് വേണ്ടായിരുന്നു നമുക്ക് തോന്നി. ഇപ്പോൾ ഓരോ കാര്യം ചെയ്യുന്നില്ല. അതുപോലെ വേണം കണ്ടാൽ മതി. നമ്മൾ ഒരാളെ മറ്റുള്ള ദ്രോഹിക്കാൻ പോകുന്ന എന്തിനാ? ഒരു കമൻ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ വെറുതെ വിട്. എല്ലാവരും അതല്ലേ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ചെയ്യാത്തവർ മിണ്ടായിരിക്കുക, കാണുക. ജീവിതം പോലും തുടങ്ങിയിട്ടില്ല. അതെ. ഒരു കേസൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിടത്തും പോകാൻ ഇറങ്ങാനും പറ്റൂല. അതെ, കേസൊക്കെ നിങ്ങൾ ആലോചിച്ചു, നമ്മൾ കേസൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു കോംപ്രമൈസിന് പോകും? ഇല്ല, ഞാനൊന്നും ഒരിക്കലും പോകില്ല. കേസ് തന്നെയാണ്, അതങ്ങനെ പോളൂ. 10 പഠിക്കണം. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ എന്ത് ചെയ്യായിരുന്നു? എനിക്കൊരു മൊബൈൽ ഇല്ല, നമ്മളേലും ഒന്നുമില്ല. നമ്മളവിടെ മാങ്ങ എറിഞ്ഞ് പയ്യന്മാരുടെ ക്രിക്കറ്റും കളിച്ച് കിടക്കണം. നമ്മളിങ്ങനെ ഒരു അപ്പൊ അവന്റെ അമ്മ പറയാ ഒരു കാര്യം പറയാണ്, എനിക്ക് ചിരി വന്നു. എന്റെ മക്കൾ മുടങ്ങാതെ പള്ളിയിലൊക്കെ പോകുന്നയാ, പള്ളിയിലും എല്ലായിടത്തും പോകുന്നയാ, അവിടെ ഇതൊക്കെയല്ലേ ഇവിടെ. അവൻ പറഞ്ഞ അവിടെയൊക്കെ എവിടെ പോയിരുന്നാലും അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം വേണം. എവിടെ എന്ത് പറയണം എന്നുള്ളതാണോന്ന്. പള്ളി പോണെന്ന് മറ്റേ കോവിലിൽ പോണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ അകത്താവണം. കേട്ടിട്ടില്ലേ ഒരു കോവിലില് മറ്റേ എന്തോ കാവിലോ പള്ളിയിലോ എവിടെ പോയിട്ട് അങ്ങനെയൊന്നും ഞാൻ ഒരു കാര്യം ഞാൻ പറയില്ല. പള്ളിയിൽ പോയെന്ന് പറഞ്ഞ് നന്നാവാനോ കോവിലിൽ പോയി ഇതെടുത്തെന്ന് പറഞ്ഞ് നന്നാവാനോ ഒന്നും പോകുന്നില്ല. നമുക്ക് തോന്നണം, നമ്മൾ നന്നാവണമെങ്കിൽ നമുക്ക് തന്നെ തോന്നണം. ആൾക്കാർ ഡെയിലി പള്ളിയിൽ പോയാൽ നല്ല മനുഷ്യൻ. പള്ളിയിൽ പോയ നല്ല ആള്. പിന്നെ എന്തോ പറയണ, അതുപോലെ ഞാൻ ബൈബിളിനെ കൊണ്ട് സത്യം ഇട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ലോകത്തിലെ പിന്നെ കറക്റ്റ് സത്യം അതാണെന്നാണ് അവരെ വിചാരം. അതിലൊന്നും ഞാൻ വീഴൂല. ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല. ഒന്നിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു എയ്ത്തിസ്റ്റാണ്. ഞാൻ അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യാനോ ഒന്നിനും പോകില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഞാനും പണ്ട് സൺഡേ ക്ലാസ്സിനും എല്ലാ കാര്യങ്ങൾക്കും പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ് നമുക്ക് ഒരാളത്ത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് അതാണ്, എൻ്റെ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നതാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഇതില്ല, അങ്ങനെയാണ്. പക്ഷെ എനിക്കത് കേട്ടാൽ ദേഷ്യം വന്നു. പള്ളിയിൽ പോയ പള്ളിയിൽ അച്ഛന്മാരെ തെറ്റിയാണ്. അപ്പോഴാണ് കൊച്ചു ആൾക്കാരുടെ മൊബൈൽ കൊടുക്കുന്ന പിള്ളേർക്ക് നിങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഐഡന്റിറ്റി എന്നായിരിക്കും അങ്ങനെ ഒരു കമന്റ് പോകുന്നെങ്കിൽ നിങ്ങളകത്താവും. മനസ്സിലായോ? നിങ്ങളകത്താവും. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എവനും 10ാം ക്ലാസ്സിൽ മൊബൈൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇമാതിരി ചെറ്റത്തരം കാണിക്കാൻ പോയിട്ടില്ല. സത്യം. മര്യാദ നമ്മൾ അത് ഉണ്ടെങ്കിൽ നമ്മളത് നല്ലപോലെ യൂസ് ചെയ്യും. എന്തിന് മറ്റുള്ളവരെ പോയി ഒരുമാതിരി ചീത്ത കമന്റ്, വൾഗറായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നിനക്ക് എന്ത് ചെയ്യണ്ട? നിന്റെയൊക്കെ വിചാരം എന്താണ്? കൊച്ച് മോഡൽ എക്സാം ഇവനൊക്കെ എക്സാം എഴുതി പാസ്സായിട്ട് എന്ത് ഇവിടെ ഇപ്പൊ ഈ രാജ്യം ഭരിക്കാൻ പോകും? ഇങ്ങനെയുള്ള മൈൻഡ്. ഇവനൊക്കെ കുറച്ച് നാളുകൂടി കഴിഞ്ഞ പക്ക ക്രിമിനൽ ആയിട്ട് വരും. അങ്ങനെയുള്ള പരിപാടിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പരിപാടികളാണ് എൻ്റെ കയ്യിലുള്ളത്. അതൊക്കെ ഇവിടം കൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ പോയി നിൽക്കുമെന്ന് കണ്ടറിയാം. പള്ളിയിൽ പോയോണ്ട് ഇതായെന്ന് എൻ്റെ അമ്മത്തിൽ പരം ഒരു പറയാൻ കാണിച്ച മനസ്സാണ്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു പാവം ഒരു സ്ത്രീ, അവരെ പറ്റിക്ക് എളുപ്പമാണ്. അവരെണ്ടൊരു പാവം കണ്ടാലറിയാം. അവരെന്താ പറയാ, അവരെ കണ്ണും കരഞ്ഞിങ്ങനെ നിക്കുന്നു. അമ്മേനെയാണ് ഓർമ്മ. പാവ ആ സ്ത്രീ ആണെങ്കിൽ ഇവിടെ എനിക്കൊരു തൈറോയിഡിന്റെ എന്തോ ഓപ്പറേഷനെ കഴിഞ്ഞിട്ട് വന്നതാണ്. എനിക്ക് മനസ്സിലാത്ത ഇവനൊക്കെ കാരണം അവന്റെ അച്ഛനും അമ്മയും വന്ന് മറ്റൊരുത്തന്റെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇങ്ങനെയൊന്നും വരുത്തല്ലോ ഒരു സത്യം പറഞ്ഞാ. ഇപ്പൊ നമ്മൾ ആലോചിച്ചു, നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിന് വേണ്ടി മറ്റുള്ളവരെ കാലിൽ പോയി വീണ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ട് ഇതാണ് തിരിച്ചു കൊടുക്കണം. അടാ അവരൊക്കെ ഓരോ പേരൻസ് ചെയ്യുന്ന അവരൊക്കെ മക്കള് ഓരോ നിലയിലെത്താൻ വേണ്ടിട്ടാണ്. അവരൊക്കെ സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ അവര് അവിടെ നിന്ന് കാട്ടക്കടയുള്ള എഴുത്തനാണത്. അവിടെ നിന്ന് ഇവിടെ വരെ ബസ് പിടിച്ചു പറയാം. എനിക്ക് 2 ബസ് എന്തോ അടുപ്പിച്ച് കയറണം ആ സാധനം. അന്നന്ന് ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഓരോ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇവർ കയറി ഇറങ്ങുന്നു. ഞാൻ എപ്പോഴും പറയാം, ഒരു മക്കൾ നശിച്ചു പോകുന്നത് നമ്മൾ പേരൻസ് നല്ലപോലെ ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. പിന്നെ കുടിയും വലി അതൊക്കെ അവരോരോ ചോയ്സാണ്. അപ്പം ഞാനും നമ്മുടെ നാട്ടിൽ പണ്ട് ചേട്ടന്മാർ കുടിക്കുന്നതിനിടയിൽ ഞാനും പോയിരുന്നിട്ട് നമുക്കൊന്നും അന്ന് തോന്നിയിട്ടൊന്നുമില്ല. എല്ലാത്തിനും നമുക്ക് നമ്മുടേതായിട്ടൊരു കൺട്രോൾ വേണം, എല്ലാം വേണം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്നെ എൻ്റെ വഴിക്ക് വിടും. ഞാൻ നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നില്ല, ഒന്നും ചെയ്യില്ല. ഞാനൊരു ചിരി കോമഡി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ചെയ്യുന്നു. ചിലപ്പോൾ ചിലർക്ക് ചിരി വരും, ചിലർക്ക് ചിരി വരില്ല. അല്ലാതെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ ഫാമിലി വ്ളോഗ്, സന്തോഷം മാത്രം ഉള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തിരുന്നത്. നമ്മളെ ലൈഫിലും ഇപ്പോഴും ഞാൻ പറയണം, സങ്കടങ്ങൾ നിറഞ്ഞതും പല കാര്യങ്ങളുണ്ട്. എല്ലാം നോർമൽ. ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. അതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. ഞാനൊക്കെ ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഫീൽഡാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു വന്നിരിക്കുന്ന ഒരു മേഖല എന്നാൽ കഴിയുന്ന വിധം മാക്സിമം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ജീവിത മാർഗ്ഗങ്ങൾ ചെയ്ത് നമ്മളതായിട്ടുള്ള ചെറിയ ചെറിയ, എനിക്ക് ഭയങ്കര ഇപ്പോഴും പറയാമല്ലോ, ഭയങ്കരമായിട്ട് വലിയ സ്വപ്നമൊന്നുമില്ല, ഒരു ചെറിയ വീടൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പോയി നമ്മളെ കൂട്ടുകാരന്മാരും എല്ലാവരുമായിട്ടൊന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾ. ക്രിക്കറ്റും കളിച്ച് പറ്റുന്നത്രോളം ക്രിക്കറ്റും കളിച്ച് അങ്ങനെയൊക്കെ പോകണം എന്നുള്ള സംഭവമൊക്കെ ഉള്ളു. ഇപ്പോൾ മോള് വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള വേറൊരു സന്തോഷമുണ്ട് ലൈഫിൽ. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവൾ ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ നമ്മുടെ ഇതെല്ലാം ഹീലായി പോവും. എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ കിടന്നുള്ള ഊമ്പിയ കമൻറ്റ് ഇടലും, സോറി ഗൈസ്, എൻ്റെ പറയുന്ന അറിയാതെ വീണ് എനിക്കിത് ഇടാതിരിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ. എന്നെ വഴിക്ക് വിടലും ഞാൻ ഇറങ്ങിയ അറ്റം കാണാതെ പോവില്ല. സോ പ്ലീസ്. ഓ ബൈക്ക് മേഘ എന്തെങ്കിലും പറയാനുണ്ടോ? അവരെ മുഖം കാണുമ്പോഴേ നമുക്ക് പാവം തോന്നും. കൂടുതലെന്തോ പറയാം, നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ. ഇതുപോലൊരു നമ്മുടെ അമ്മയുടെ പ്രായമുണ്ട്. ആ ഒരു സ്ത്രീയുടെ അടുത്ത് നമ്മളെന്തോ മോശമായിട്ട് നമുക്കൊന്നും പറയാം. ഞാൻ ഒന്നും മോശമായിട്ട് നമ്മളൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക, അത്ര നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ മോശമായിട്ട് പറഞ്ഞില്ല. അത് നമ്മുടെ ഒരു മര്യാദയാണ്, മനസ്സിലാക്കി. അപ്പൊ ആ മര്യാദ എല്ലാരും കാണിക്കണേ. 10 പഠിക്കുന്ന പിള്ളേരായാലും നമ്മളെ 10 കഴിഞ്ഞൊക്കെ തന്നെ വന്നത്. പിന്നെ വേറെ ഒന്നുണ്ട്, മേഘയുടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് മോശമായിട്ടുള്ള ക്യാപ്ഷനെ കൊടുത്ത് പല പേജിലും വരുന്നുണ്ട്. നിർത്തിക്കും എല്ലാരും നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പണിയും. പിന്നെ ഇതിന്റെ അടുത്തത് നമ്മളെല്ലാം കറക്റ്റ് വാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതെല്ലാം പിടിക്കാൻ പറ്റും. വന്നിട്ട് ഷോറിയും എന്നും പറഞ്ഞു വരലും കാര്യമില്ല. അപ്പോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനിയും കമന്റ് ഇടുന്നത്, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് അതില് വൾഗറായിട്ട് ക്യാപ്ഷനൊക്കെ കൊടുത്ത് എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വിചാരമുണ്ട് നിങ്ങളെ പൊക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കേരള പോലീസ് തൂക്കി ഫ്രണ്ടിൽ കൊണ്ടുവരും. മനസ്സിലായി? എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേരള പോലീസിന്. നമ്മളൊരു കേസ് കൊടുത്തു, അതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് ഇന്ന് പ്രതിയെ പിടിച്ച് നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. എന്തായാലും നമ്മൾ സന്തോഷവാനാണ്. അപ്പം ഇനി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അവർക്കുള്ളൊരു പാഠവും കൂടിയാണിത്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ഈ മൈരുത്തരങ്ങളാണ് നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളിടുമ്പോൾ അതിന് പ്രതികരിക്കുന്നില്ലായിരിക്കും. എല്ലാവരും അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങളായിട്ട് തന്നെ നശിപ്പിക്കാതിരിക്കുക. അതും ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ മതി ലൈഫ് ഒന്ന് മൂഞ്ചാൻ. എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിർത്തിക്കോ. മാനസികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ട് സ്ഥലത്ത് പോയാൽ മതി. ഇനി അതിനൊട്ടും പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ സുനാളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ മതി. മനസ്സിലായ? അല്ലെങ്കിൽ നല്ല കൗൺസിലിങ്ങിനെ കഴിച്ച് പോകണം. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഗ്യാസിൻ്റെ കത്തായ മോനെ ലൈഫും തേയും. മനസ്സിലായില്ലേ? സോ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്, ലവ് യു.